ഈ പെണ്ണുങ്ങളൊക്കെ ആദ്യമായിട്ട് അച്ചുവിന് സോഡ നാരങ്ങ വെള്ളവുമായി വരുന്ന എന്താ കോഫിയാണോ? മുട്ടായതുകൊണ്ട് കഴിച്ചതാ. ഇന്ന് സ്പെഷ്യലാണ് ഗൈസ്. സോഡ ഇപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ചേച്ചിയുണ്ട്, ബേബി ചേച്ചി ഉണ്ട്, വിനീതുണ്ട്, ആനന്ദുണ്ട്, പിന്നെ ചിക്കൻ കാലുണ്ട്. അതെ. ഓക്കെ, അടുത്ത് നമ്മുടെ ബേബി ചേച്ചിക്ക്. ബേബി ചേച്ചി നല്ലോണം കഴിക്കും. 7 മണിയുടെ കഞ്ഞിയുമായി ഇതാ എത്തിയിരിക്കണം വീണ്ടും. ഹായ് ഗായ്സ്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ, ലെങ്തി എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇപ്പോൾ നമ്മൾ നോർമലി ഷോർട്സ് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. എടുക്കാനുള്ള മടി തന്നെയാണ് മെയിൻ റീസൺ. ഇതിൽ ശരിക്കും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എന്താണ് ഷൂട്ടിംഗ് സെറ്റിലെ ഫുഡ്, നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഫുഡിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴായിട്ട് എടുത്ത വീഡിയോ ആണ്. ഒരു 6 മാസം മുന്നേ, ഇടയ്ക്ക് 1 മാസം മുന്നേ, അങ്ങനെയൊക്കെ എടുത്ത വീഡിയോ എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇടുന്നതാണ്. എല്ലാം ഒറ്റ ദിവസത്തേക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞുള്ള ലഞ്ചും കഴിഞ്ഞിട്ടുള്ള എടുക്കാൻ ഞാൻ മറന്നുപോകും. അങ്ങനെ അതുകൊണ്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. നമുക്ക് ഷൂട്ട് ഒരു 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഒരു ചായ കിട്ടും, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ഉണ്ട്, പുട്ടുണ്ട്, ഉപ്പുമാവുണ്ട്. എന്താ ക്യാൻഡിലാണോ? ഹായ് ഗൈസ്. എന്താ കോഫിയാണോ? ചേച്ചി അങ്ങനെ കഴിക്കാറേ ഇല്ല രാവിലെ. ഇന്ന് ചേച്ചിയുടെ പ്രിയപ്പെട്ട മുട്ടായതുകൊണ്ട് കഴിച്ചതാ. ഞാൻ കഴിക്കാറേ ഇല്ല. പപ്പടമുണ്ട്, പൊറോട്ട ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ലൈം ജ്യൂസ് കിട്ടും കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇന്ന് സ്പെഷ്യലാണ് ഗൈസ്. ഓണമായിട്ട് ഞങ്ങളുടെ സെറ്റ് ചിക്കനാണ്. ഇന്ന് ഓണത്തിന് ഗസ്റ്റ് ഉണ്ട്. സീമ ചേച്ചി വന്ന് സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അങ്ങനെ പൊന്നുമടുത്ത് വരാറില്ല. ഇന്ന് വന്നപ്പോൾ ചിക്കൻ കറി. സീമ ചേച്ചി മാത്രമല്ല, വിനീതുണ്ട്. വിനീതാകുമ്പോൾ നിങ്ങളുടെ വിശ്വജിത്ത്, പിന്നെ ബേബി ചേച്ചി ഉണ്ട്. എല്ലാവരും ബാക്കി നമ്മുടെ നോർമൽ കറികൾ. ഇതാണ് ഉച്ചഭക്ഷണം. ബേബി ചേച്ചി ഉണ്ട്, വിനീതുണ്ട്, ആനന്ദുണ്ട്, പിന്നെ ചിക്കൻ കാലുണ്ട്. അതെന്നും അങ്ങനെ കിട്ടാറില്ല. അതെ, റയർ. സുലക്ഷ്മി ഹായ്. എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടും ഒരുപോലത്തെ. ഇതാന്ന് തോന്നുന്നത്. കിറ്റ്കാറ്റ് ഷേക്ക് പറഞ്ഞിരുന്നു. ഏതാ? അതായിരിക്കും. അതാ നിന്റെ കയ്യിരിക്കുന്നത് ബ്ലാക്ക് ആണോ? ഇത് കിറ്റ്കാറ്റ് ഷേക്ക്, ഇത് എന്റേത് ചേച്ചിയുടെ ഫലൂഡ, ഇത് ചേച്ചിക്ക് ആദ്യത്തെ ട്രോഫി. ചേച്ചി വാങ്ങിച്ചോ? ചോക്ലേറ്റ് ഷേക്ക് അല്ലേ? ചോക്ലേറ്റ് ഷേക്ക്. ഓക്കെ, അടുത്ത് നമ്മുടെ ബേബി ചേച്ചിക്ക്. ബേബി ചേച്ചിക്ക് 2 ഫലൂഡയാണ്. ഹസ്ബൻഡിന് ബേബി ചേച്ചിക്ക്. അതെ, നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുക. അല്ലേ, നമ്മുടെ ചേച്ചി കഴിക്കുക. ഫുഡ് ബ്ലോഗേ എടുക്കാൻ വെച്ച്. ചോറുണ്ടാവും, സാമ്പാറുണ്ടാവും. ഇതെന്തുവാ ചേച്ചി? അച്ചാറല്ലേ? നാരങ്ങ അച്ചാറ്. എന്തുവാ? രസം, മീൻകറി, പിന്നെന്താ അവിയലുണ്ട്, തോരൻ, പിന്നെ മീനുണ്ടാവും. മീൻ വേണ്ടാത്തവർക്ക് മുട്ട എടുക്കാം. പിന്നെ പപ്പടം, ചോറല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെയും കഴിക്കാം. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് അല്ലേ. എല്ലാവരും പറ്റി ലഞ്ച് ബ്രേക്കാണ്. നാരങ്ങ വെള്ളവുമായി, സോഡ നാരങ്ങ വെള്ളവും. അച്ചുവിന് സോഡ നാരങ്ങ വെള്ളവുമായി വരുന്ന എന്തെങ്കിലും ഒരു സ്നാക്ക് ഇതുപോലെ ചായ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കിട്ടും. കിട്ടുന്ന സ്നാക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും. 7 മണിക്ക് കഞ്ഞി തരും. രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും. കഴിക്കും, നോക്കട്ടെ. നല്ലോണം കഴിക്കും. 7 മണിയാകുമ്പോൾ ഒരു കഞ്ഞി വരും.
7 മണിയുടെ കഞ്ഞിയുമായി ഇതാ എത്തിയിരിക്കണം വീണ്ടും നമ്മുടെ 3 ടൈമിൽ ഞാനുണ്ടാവും. കാപ്പിക്ക് ചായ. നേരത്തെ പേര് കറക്റ്റ് ആയാലും ഒന്നുകൂടെ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ശരി, എൻ്റെ പേര് സംജയ്. ഞാൻ പത്തനംതിട്ടയില്ല. കഞ്ഞിയിൽ എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് കഞ്ഞിയുടെ കൂടെ ചമ്മന്തി പയറും കൂടി കൂട്ടിയുള്ള മിക്സഡ് ആയിട്ടുള്ള ചിലപ്പോൾ അച്ചാറുണ്ടാവും. ഓക്കെ, ഞാൻ ചിലപ്പോഴേ കുടിക്കാറുള്ളൂ, ചിലപ്പം കുടിക്കാറില്ല. അല്ല, ചിലപ്പോഴേ കുടിക്കുള്ളൂ, അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല. ഓക്കെ, നീ കുടിച്ചോ. ഇത് രാത്രി ഫുഡാണ്. മോസ്റ്റ്ലി ചപ്പാത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ദോശ, കൂടെ ചിക്കൻ കറി ഉണ്ടാവും. വെജ് ആൾക്കാർക്ക് വെജ് ഉണ്ടാവും. ഓപ്ഷനിലായിട്ട് ചിലപ്പോൾ മുട്ടക്കറി ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെല്ലാം പല ദിവസത്തെയാണ്. എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം ഒന്നിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതിൽ നമ്മുടെ ലൈം ജ്യൂസും പിന്നെ ഇടയ്ക്ക് ഒരു 3 മണിക്കൊരു കട്ടൻ ചായ ഉണ്ട്. അത് മിസ്സിംഗ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.